നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലും ആർക്കിംഗ് ഫിനോമിന എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ആർക്കിംഗ് ഫിനോമിന. ആർക്കിംഗ് ഫിനോമിന ഡിപ്പെൻഡ് ചെയ്യുന്നത് തന്നെ അതിൻ്റെ ആർക്ക് റെസിസ്റ്റൻസ് ആണെന്നാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. സോ ആർക്ക് റെസിസ്റ്റൻസിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മളിപ്പോൾ നോക്കാൻ പോവുകയാണ്. ഡിഗ്രി ഓഫ് അയണൈസേഷൻ. ഫസ്റ്റ് വൺ എന്താണ്? ഡിഗ്രി ഓഫ് അയണൈസേഷൻ. അതായത് കോണ്ടാക്ട് തമ്മിൽ സെപ്പറേറ്റ് ആകുന്ന സമയത്ത് അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണം അവിടുത്തെ എയറിനെ എത്രത്തോളം അയണൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ആർക്ക് റെസിസ്റ്റൻസ് ഇൻക്രീസ് വിത്ത് ഡിക്രീസ് നമ്പർ ഓഫ് അയണൈസ്ഡ് പാർട്ടിക്കിൾ ബിറ്റ്വീൻ ദി കോണ്ടാക്ട്. അപ്പോൾ ഇവിടെ ആർക്ക് റെസിസ്റ്റൻസ് ആർക്ക് നേടിയിട്ടുണ്ട്, റെസിസ്റ്റൻസ് ഓഫ് ആർക്ക്. അപ്പോൾ ഇതിന്റെ വാല്യൂ ഇൻക്രീസസ് വിത്ത് ഡിക്രീസിങ് ദി നമ്പർ ഓഫ് അയോൺസ്. അപ്പൊ ഇതിന് നമുക്ക് എന്ത് പറയാം? അയോൺസും റെസിസ്റ്റൻസും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയാം. ഓക്കെ, സോ റെസിസ്റ്റൻസ് ഓഫ് ദ ആർക്ക് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് അയോൺസ്. ഓക്കെ, അപ്പൊ അയോൺസ് കൂടി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും, അയോൺസ് കുറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടും. ഇപ്പൊ ഫസ്റ്റ് വൺ അത് കഴിഞ്ഞു. ലെങ്ത് ഓഫ് ദി ആർക്ക്. ആർക്ക് റെസിസ്റ്റൻസ് ഇൻക്രീസ് വിത്ത് ദി ലെങ്ത് ഓഫ് ദി ആർക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുത്തെ ഒരു കോണ്ടാക്റ്റും ഇവിടെ ഒരു കോണ്ടാക്റ്റും ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന അപ്പൊ ഒരു ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. അതേപോലെ ഇവിടെ ഒരു കോണ്ടാക്ട് ഉണ്ട്, ഇവിടെ ഒരു കോണ്ടാക്ട് ഉണ്ട്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെങ്ത് എന്ന് പറഞ്ഞ ഒരു 18 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ ആർക്ക് റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുക. ഓക്കെ, ആർക്ക് റെസിസ്റ്റൻസ് ഇൻക്രീസസ് വിത്ത് ദി ലെങ്ത് ഓഫ് ദി ആർക്ക്. ഓക്കെ, അപ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞു തരുന്ന ഒന്നും കൂടെ ശ്രദ്ധിക്കാം. ആർക്ക് റെസിസ്റ്റൻസ് ഇൻക്രീസ് വിത്ത് ദി ലെങ്ത് ഓഫ് ദി ആർക്ക്, ദാറ്റ് ഈസ് സെപ്പറേഷൻ ഓഫ് ദി കോണ്ടാക്ട്. പിന്നെ അതേപോലെ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി ആർക്ക്. ആർക്ക് റെസിസ്റ്റൻസിന് ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി ആർക്ക്. അപ്പോൾ റെസിസ്റ്റൻസും ഏരിയയും തമ്മിൽ എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നോക്കിയത്. ഫസ്റ്റ് ഡിഗ്രി ഓഫ് അയണൈസേഷൻ, പിന്നെ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി ആർക്ക്, പിന്നെ എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ആർക്ക്. അപ്പൊ ഇതില് ഏതൊക്കെയാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെങ്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, പിന്നെ അതേപോലെ ഡിഗ്രി ഓഫ് അയണൈസേഷൻ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനിയാണ് ആർക്ക് കൊഞ്ചിങ്. ഓക്കെ, ആർക്ക് കൊഞ്ചിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ആർക്കിനെ നമുക്ക് ടേൺ ഓഫ് ചെയ്യാം, അവിടെ ഉണ്ടാകുന്ന സ്പാർക്കിനെ നമുക്ക് എങ്ങനെ ടേൺ ഓഫ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിനെ എങ്ങനെ ടേൺ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യത്തിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ മെയിൻ്റെനൻസ് ഓഫ് ആർക്ക് ബിറ്റ്വീൻ ദി കോണ്ടാക്ട് ആർ ഏതൊക്കെയാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി കോണ്ടാക്ട്, 2 കോണ്ടാക്ട് തമ്മിൽ ഇടയിലുള്ള ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അയോണൈസ്ഡ് പാർട്ടിക്കിൾ ബിറ്റ്വീൻ ദി കോണ്ടാക്ട്, ഇവിടെ എത്രത്തോളം അയോണൈസ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വെച്ചിട്ടാണ് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ, when the contact has no separation, the potential difference between them is sufficient to maintain the arc. അപ്പോൾ ഇവിടുത്തെ ചെറിയ സെപ്പറേഷൻസ് ആണ് ഇത് തമ്മിൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെ ആർക്ക് ക്രിയേറ്റ് ആവാൻ അല്ലെങ്കിൽ ആ ആർക്കിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു റീസൺ ആയിട്ട് മാറും. അപ്പോൾ വൺ വേ ടു എക്സ്റ്റിംഗ്വിഷ് ദ ആർക്ക് ഈസ് സെപ്പറേറ്റ് ദി കോണ്ടാക്ട് ആസ് മച്ച് ആസ് പോസിബിൾ. ഓക്കെ, അപ്പോൾ 2 കോണ്ടാക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ എത്രത്തോളം മാക്സിമം കൂട്ടാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ്. അപ്പോൾ ഹവർ ദിസ് മെത്തേഡ് ഇസ് ഇംപ്രാക്ടിക്കൽ. അതായത് നമുക്ക് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു നിശ്ചിത ഇതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ആ സർക്യൂട്ട് ബ്രേക്കറിൽ പരിമിതി ഉണ്ടാവും, 2 കണ്ടക്ടേഴ്സ് തമ്മിൽ മൂവ് ചെയ്യാനുള്ള ഡിസ്റ്റൻസ്. പിന്നെ രണ്ടാമത്തെ പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് അയണൈസ്ഡ് പാർട്ടിക്കിൾ ബിറ്റ്വീൻ ദ കോണ്ടാക്ട് ടെൻഡ് ടു മെയിൻറ്റെയിൻ ദി ആർക്ക്. ഓക്കെ, സോ ആർക്ക് പാർട്ടീസ് ഡീഅയണൈസ്. അവിടുത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ കാര്യത്തിന് നമുക്ക് ഡീഅയണൈസ് ചെയ്യണം. അങ്ങനെ ഡീഅയണൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. കൂളിംഗ് ദി ആർക്ക്, അവിടെ ക്രിയേറ്റ് ആകുന്ന സ്പാർക്ക് അല്ലെങ്കിൽ ആർക്ക് എന്നുള്ള വോൾട്ടേജിനെ നമ്മൾ റിഡ്യൂസ് ചെയ്യാം. അതെങ്ങനെ ചെയ്യാം? ആർക്കിനെ കൂൾ ചെയ്യാം. or bodily removing the ionized particles from the space between the contact. Ionized particles ഉണ്ടെങ്കിൽ മാത്രമല്ലേ അവിടെ ആർക്ക് ക്രിയേറ്റ് ആവുള്ളൂ.
ഒന്നെങ്കിൽ ആർക്കിനെ കൂൾ ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ക്രിയേറ്റ് ആയ അയണൈസ്ഡ് പാർട്ടിക്കിളിനെ അവിടെ നിന്ന് റിമൂവും ചെയ്യാം. അങ്ങനെ നമുക്ക് ആർക്ക് ക്വെഞ്ചിങ് പോസിബിൾ ആണ്. അങ്ങനെ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസും പിന്നെ അവിടുത്തെ അയണൈസ്ഡ് പാർട്ടിക്കിൾ ബിറ്റ്വീൻ ദി കോണ്ടാക്ട്സും. ഈ രണ്ട് കാര്യങ്ങളാണ് അതിന്റെ മേജർ ഫാക്ടർ റെസ്പോൺസിബിൾ. അപ്പം ഇതില് എങ്ങനെയാണ് അവിടുത്തെ ആർക്കിനെ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ആർക്കിനെ നമുക്ക് ക്വെഞ്ച് ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് ഹൈ റെസിസ്റ്റൻസ് മെത്തേഡ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, ആ റെസിസ്റ്റൻസ് ലോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ആർക്കിന്റെ വാല്യൂ വളരെ കൂടുതലാണെന്ന് പറഞ്ഞു. സോ ഇവിടത്തുള്ള ലോ റെസിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യണം, ഹൈ ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർക്കിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ റോ റെസിസ്റ്റൻസ് ഓർ കറന്റ് സീറോ മെത്തേഡ്. ഓക്കെ, ലോ റെസിസ്റ്റൻസ് ഓർ കറന്റ് സീറോ മെത്തേഡ്. അവിടുത്തെ വാല്യൂവിന് റെസിസ്റ്റൻസ് വാല്യൂവിനെ വളരെ കുറയ്ക്കുക, അല്ലെങ്കിൽ എപ്പോഴാണോ കറന്റ് സീറോ ആയിട്ട് ആ വേവ് ഫോമിൽ ട്രാവൽ ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, കോണ്ടാക്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കൂടെ നമുക്ക് വാല്യൂസ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഹൈ റെസിസ്റ്റൻസ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ദ ആർക്ക് റെസിസ്റ്റൻസ് ഈസ് മെയ്ഡ് ഇൻക്രീസ് വിത്ത് ദ ടൈം, സോ ദ കറന്റ് ഈസ് റെഡ്യൂസ്ഡ്. ഓക്കെ, അപ്പോൾ ആർക്ക് റെസിസ്റ്റൻസിനെ നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഉണ്ടാകുന്ന കറന്റ് അല്ലെങ്കിൽ ആർക്കിന്റെ വാല്യൂ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി ആർക്ക് ക്യാൻ ബി എക്സ്റ്റിങ്ക്വിഷ്ഡ് അല്ലെങ്കിൽ ഓഫ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തായാലും ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യും. ഓക്കെ, ഹൈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആറിന്റെ വാല്യൂ കൂടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടുത്തെ ഹീറ്റിന്റെ വാല്യൂ കൂടുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഹീറ്റ് വളരെ കൂടുന്നത് കൊണ്ട് that is enormous energy is dissipated in the arc, therefore employed only for DC circuit and low capacity AC circuit breaker. അപ്പോൾ ഹീറ്റ് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സർക്യൂട്ട് ബ്രേക്കർ ഡാമേജ് ആവാനുള്ള റീസൺ ആവും. അപ്പോൾ നമുക്ക് ഇവിടെ എന്തിനു മാത്രമേ ഈ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ലോ കപ്പാസിറ്റി AC സർക്യൂട്ട് ബ്രേക്കർ ഓർ ചെറിയ DC സപ്ലൈസിന് മാത്രമേ നമുക്ക് ഈ ഒരു മെത്തേഡ് നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എങ്ങനെയൊക്കെയാണ് റെസിസ്റ്റൻസ് ഓഫ് ദ ആർക്ക് ക്യാൻ ബി ഇൻക്രീസ്ഡ്? ഓക്കെ, ആർക്കിന്റെ റെസിസ്റ്റൻസ് വാല്യൂ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാം? നമുക്ക് അറിയാം, ആർക്കിന്റെ റെസിസ്റ്റൻസ് വാല്യൂ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആർക്ക് അല്ലെങ്കിൽ ആർക്ക് വോൾട്ടേജ് അല്ലെങ്കിൽ ആർക്ക് ഉണ്ടാവുന്നതിന്റെ ഇഫക്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് നമ്മൾ ആർക്ക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ലെങ്തനിങ് ഓഫ് ദി ആർക്ക്. ഓക്കെ, ആദ്യം എന്താ ചെയ്യുക, the resistance of the arc is directly proportional to its length. നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. So the length of the arc can be increased by the increase in the gap between the contacts. അപ്പോൾ ആർക്ക് റെസിസ്റ്റൻസ് is directly relation to the length of the arc നമ്മളൊക്കെ പറഞ്ഞു. സോ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യണം. അങ്ങനെ ലെങ്ത് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് കോണ്ടാക്ട് തമ്മിൽ മാക്സിമം നമ്മൾ സെപ്പറേഷൻസ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് ഫസ്റ്റ് വൺ, ആർക്ക് റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂട്ടാൻ പറ്റുന്നത്. രണ്ടാമത് കൂളിംഗ് ഓഫ് ദി ആർക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ അയൺസ് ക്രിയേറ്റ് ആകുന്നത് കൊണ്ടാണ് ഏറ്റവും പ്രശ്നം ഉണ്ടാകുന്നത് നമ്മളപ്പോ പറഞ്ഞു. സോ കൂളിംഗ് ഹെൽപ്പ് ദ ഡിയണൈസേഷൻ ഓഫ് ദ മീഡിയം ബിറ്റ്വീൻ ദി കോണ്ടാക്ട്സ്. അപ്പോൾ കൂളിംഗ് അയോണൈസ് ആകുമ്പോഴാണ് ഇത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജ് ആയിട്ടൊക്കെ അവിടെ നിൽക്കുന്നത്. ഇത് ഡിഅയോണൈസ് ആയി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ് നെഗറ്റീവ് ചേർന്ന് ഒറ്റയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഡിഅയോണൈസ്ഡ്. അപ്പോൾ കൂളിംഗ് ചെയ്യുന്നത് കാരണം നമുക്ക് ഡിഅയോണൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിഅയോണൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ആർക്ക് റെസിസ്റ്റൻസിന് കൂട്ടാൻ പറ്റും. ഇറ്റ് ഈസ് എഫക്റ്റീവ് കൂളിംഗ് മേ ബി ഒബ്റ്റൈൻഡ് ബൈ ദ ഗ്യാസ് ബ്ലാസ്റ്റ് ഡയറക്ട്ലി. ഗ്യാസ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഡ് ആയിട്ടുള്ള എയറിനെ ആർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പ്രേ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം, ആർക്ക് ഉണ്ടാകുന്ന സമയത്തേക്ക് ബ്ലാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ആയിട്ട് എയറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീഡിയം സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർക്കിന്റെ ടെമ്പറേച്ചർ കൂൾ ചെയ്യാൻ പറ്റും. ടെമ്പറേച്ചർ കൂൾ ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായി ബിക്കംസ് ഇറ്റ് ഈസ് ഡിഅയോണൈസ്ഡ്. പിന്നെ റെഡ്യൂസിംഗ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ. If the area of the cross section of the arc is reduced, the voltage necessary to maintain the arc is increased. അപ്പോൾ നമ്മൾ അപ്പോഴേ പറഞ്ഞു, നേരത്തെ സ്ലൈഡിൽ പറഞ്ഞു, നമുക്ക് എന്താണെന്ന് പറഞ്ഞു, ക്രോസ് സെക്ഷണൽ ഏരിയ ദ ആർക്ക് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് ഡിക്രീസിംഗ് ദ ഏരിയ ക്രോസ് സെക്ഷൻ ഓഫ് ദി ആർക്ക്. അപ്പോൾ ഇത് തമ്മിൽ ആർക്കും ആർക്ക് റെസിസ്റ്റൻസ് ഏരിയയും തമ്മിൽ എങ്ങനെയാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ പറയാം, ദ റെസിസ്റ്റൻസ് ഓഫ് ആർക്ക് പാത്ത് ഇൻക്രീസ്ഡ്, ദ ക്രോസ് സെക്ഷൻ ക്യാൻ ബി
റെഡ്യൂസ്ഡ്. അപ്പം ആർക്ക് റെസിസ്റ്റൻസും ഇതും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയതുകൊണ്ട് ഏരിയ കൂട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റെസിസ്റ്റൻസ് കുറയും, ഏരിയ കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റെസിസ്റ്റൻസ് കൂടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർക്കിന്റെ റെസിസ്റ്റൻസ് വാല്യൂ മാറ്റാൻ പറ്റും.